ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂസ് ആണ്. ബാങ്കിന് കസ്റ്റമറോടുള്ള റൈറ്റിൻ്റെ മൂന്നാമത്തെ റൈറ്റാണ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. ഓക്കെ, റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ മീൻ ചെയ്യുന്നത് ഇതാണ്: ഒരു കസ്റ്റമർക്ക് മോർ ദെൻ സെവറൽ ഡെപ്റ്റ്സ് ഉണ്ടെന്ന് ചോദിക്കുക, ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവുക, അതായത് ഒരുപാട് പല ഡെപ്റ്റ്സ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ കടം. ഡെപ്റ്റ്സ് മീൻസ് കടം, അത് ബാങ്കിൽ നിന്ന് ഒന്നിൽ കൂടുതൽ കടം എടുത്തിട്ടുള്ള ഒരു കസ്റ്റമറുടെ അക്കൗണ്ട് എങ്ങനെയാണ് ക്ലോസ് ചെയ്യേണ്ടത്. ആ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിന് എന്താ പറയുക, എന്നാൽ ഒന്നിൽ കൂടുതൽ കടം ബാങ്കിൽ നിന്ന് കസ്റ്റമർ എടുത്തിട്ടുണ്ട്, എന്നാൽ കസ്റ്റമറുടെ അക്കൗണ്ടിൽ അത്രയ്ക്കുള്ള സഫിഷ്യൻറ്റ് ഫണ്ട് ഇല്ലെങ്കിൽ എങ്ങനെയാണ് എല്ലാ കടങ്ങളും ഓൾ ദ ഡെപ്റ്റ്സ് എങ്ങനെ ഡിസ്ചാർജ് ചെയ്യേണ്ടേ എന്ന് പറയുന്ന ഒരു റൈറ്റാണ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. ഒരു ജനറൽ റൂൾ ഇങ്ങനെയാണ്: ഒരു കസ്റ്റമർക്ക് ഗോട്ട് ഫസ്റ്റ് പ്രിഫറൻസ് ഉണ്ട്. കസ്റ്റമർക്ക് ഡയറക്റ്റ് ചെയ്യാം എങ്ങനെയാണ് അവരുടെ അക്കൗണ്ടുകൾ മണി ഏതൊക്കെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ, എങ്ങനെ അപ്രോപ്രിയേഷൻ നടത്തുന്ന റൈറ്റ് കസ്റ്റമർക്ക് ഉണ്ട്. ഇനി കസ്റ്റമർക്ക് റൈറ്റ് ഉണ്ട്, അപ്പോൾ ആ കസ്റ്റമർ പറയുന്ന രീതിയിൽ ചെയ്യാം. എന്നാൽ കസ്റ്റമർ അങ്ങനെ പറയുന്നില്ലെങ്കിൽ, ഒരു സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ബാങ്ക് ചെയ്യേണ്ടത് അതിൻ്റെ ടൈം ബെയർ ഡെപ്റ്റ്, അത് ആദ്യം എടുത്ത കടം ആദ്യം വീട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി കസ്റ്റമറും എന്താ പറയുക അങ്ങനെ ചെയ്യുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല, ബാങ്കും എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ റൂൾ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കേസ് ഉണ്ട്. ആ കേസിൻ്റെ പേരാണ് ക്ലേറ്റോൺ കേസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ക്ലേറ്റോൺ കേസാണ്. അതായത് ഓരോ കേസിൻ്റെ പ്രകാരം ബാങ്കും കസ്റ്റമറും നമ്മൾ അതേപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ബാങ്കിനെതിരെ അല്ലെങ്കിൽ കസ്റ്റമർക്കെതിരെ ബാങ്കോ കസ്റ്റമറോ കോടതിയിൽ പോകുമ്പോൾ കോർട്ട് ഒരു ഓർഡർ ഇടും. അങ്ങനെ ഒരു ബാങ്ക് കസ്റ്റമറും തമ്മിലുള്ള ബുദ്ധിമുട്ടിൻ്റെ പ്രകാരമുണ്ടായ ഒരു ഓർഡറാണ് ക്ലേറ്റോൺ റൂൾ എന്ന് പറയുന്നത്. ഈ പ്രകാരം എന്ന് പറയുന്നത് കസ്റ്റമറുടെ അക്കൗണ്ടിലെ കടം, കസ്റ്റമർക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടായിരിക്കുക, എന്നാൽ കസ്റ്റമർക്ക് വീട്ടാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട്, സഫിഷ്യൻറ്റ് ഫണ്ട് അയാളെ കയ്യിൽ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഈ ക്ലേറ്റോൺ കേസ് പ്രകാരം ദി എമൗണ്ട് പോകേണ്ടത് ഫസ്റ്റ് ഐറ്റം ഓഫ് ഡെബിറ്റ് ഈസ് ഡിസ്ചാർജ് ബൈ ദി ഫസ്റ്റ് ഐറ്റം ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. അത് ആദ്യത്തേത് ആദ്യം പോവുക. അതായത് നമ്മൾ ടൈം ബേസ് ഇൻ ഓർഡർ ഓഫ് ടൈമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ക്രെഡിറ്റ് ഗോസ് ചെയ്യുന്നത് ഫസ്റ്റ് പെയ്ഡ് ഇൻ ദി സം ദാറ്റ് ഡ്രോൺ ഔട്ട് ദി ഫസ്റ്റ്, ആദ്യം ഏത് കടമാണ് എടുത്തത് ആ കടത്തിനാണ് പോവേണ്ടത്. ഓക്കെ, സെവർ അക്കൗണ്ട് ഉണ്ടായിരിക്കുക, ഡിസ്ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഓർഡർ ഓഫ് ടൈമാണ്, ഡെപ്റ്റിൻ്റെ ഡേറ്റും ടൈമിനാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി സെയിം ഡേറ്റിൽ രണ്ട് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അപ്രോപ്രിയേഷൻ മെയ്ഡ് ചെയ്യേണ്ടത് ഡെപ്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് ചെയ്യണം. ഒരേ ദിവസം ഒരേ സമയമാണ് രണ്ട് അക്കൗണ്ടിൽ നിന്നാണ് കടം ഉള്ളത്, അത് രണ്ടും വീട്ടാനുള്ള ഫുൾ എമൗണ്ട് ഇല്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് പോവുക ഈക്വലായിട്ടാണ്. ഓക്കെ, പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഈച്ച് പ്രൊപ്പോർഷനേറ്റ്ലി എന്ന് പറയുന്നത്, ഈക്വൽ എന്നല്ല, പ്രൊപ്പോർഷൻ ഫിക്സ് ചെയ്യും. അങ്ങനെയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് കസ്റ്റമറുടെ റൈറ്റിൻ്റെ മൂന്നാമത്തെ റൈറ്റാണ്. അപ്പോൾ ഇത് പഠിച്ചെത്ര റൈറ്റ് പഠിച്ചു? 2 റൈറ്റ് മുമ്പ് പഠിച്ചു. ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് ലീനാണ്. ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറുടെ പ്രൊഡക്റ്റ് ബാങ്കിന് കൈവശം വയ്ക്കാനുള്ള റൈറ്റിനെയാണ് ലീൻ എന്ന് പറയുന്നത്. ലീൻ പ്രകാരം സാധാരണയായിട്ട് പൊസഷൻ മാത്രമേ ഉള്ളൂ, സെല്ല് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഇനി ലീന് 2 ടൈപ്പിലുണ്ട്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ജനറൽ ലീൻ ഉണ്ട്. സാധാരണ എല്ലാവർക്കും ബാങ്കിനെ പോലുള്ള അട്ടോർണീസ്, വളരെ കുറച്ച് ഫാക്ടറീസ്, അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ ജനറൽ ലീൻ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും പെർട്ടിക്കുലർ ലീൻ മാത്രമേ ഉള്ളൂ. പെർട്ടിക്കുലർ ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രൊഡക്റ്റിൻ്റെ കാശാണ് കൊടുക്കാത്ത, ഏത് പ്രൊഡക്റ്റിൻ്റെ മുകളിലത്തെ സർവീസ്, ശരിക്കും അതിന് വേണ്ടി പെർട്ടിക്കുലർ ലീൻ എക്സസൈസ് ചെയ്യാൻ നമ്മൾ ഒരു ക്രാഫ്റ്റ് മാൻ എന്ന് പറയും. അതായത് ആ പ്രൊഡക്റ്റിൽ സർവീസ് നമ്മൾ ടൈമും എനർജി മണിയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റിന് മുകളിൽ ഉണ്ടാകുന്നതാണ് ജനറൽ പെർട്ടിക്കുലർ ലീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടർ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു ടൈലർക്ക്, നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് അതിൻ്റെ കാശ് കൊടുക്കാത്തോടത്തോളം കാലം ആ പ്രൊഡക്റ്റ് നമുക്ക് തരേണ്ട ആവശ്യമില്ല. ടൈലറിന് നമ്മൾ ചുരിദാർ അടിക്കാൻ കൊടുത്തു, ഷർട്ട് അടിക്കാൻ കൊടുത്തു, ആ ഷർട്ട് അടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള
ആ കൊടുത്തിട്ടുള്ള ഷോപ്പിൽ നിന്ന് നമ്മൾ കാശ് കൊടുത്തെങ്കിൽ മാത്രമാണ് ആ കാശ് അവർക്ക് ആ കൊടുത്ത തുണി തിരിച്ചു തരേണ്ട ആവശ്യമുള്ളൂ. സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ള ലേബർ കോസ്റ്റ് കൊടുത്തെങ്കിൽ അല്ലെങ്കിൽ സർവീസ് കോസ്റ്റ് കൊടുത്തെങ്കിൽ മാത്രമാണ് ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തിരിച്ചു തരേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ അതുവരെ അയാൾക്ക് കൊടുക്കണം വരെ ആ പ്രൊഡക്റ്റ് അവരുടെ കയ്യിൽ വശം വയ്ക്കാം. അതാണ് പെർട്ടിക്കുലർലി എന്ന് പറയുന്നത്. എന്നാൽ ജനറലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാത്രമല്ല, എല്ലാ പ്രൊഡക്റ്റും ഹോൾഡ് ചെയ്യാനുള്ള ബാങ്കിനുള്ള റൈറ്റിനെയാണ്. കസ്റ്റമറുടെ എല്ലാ പ്രൊഡക്റ്റും വേണമെങ്കിൽ ആ സർവീസ് കൊടുത്തുന്നില്ലെങ്കിൽ അയാൾക്ക് എക്സസൈസ് ചെയ്യാം. എല്ലാ പ്രൊഡക്റ്റും കൈവശം വയ്ക്കാം. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാത്രമല്ല, ഓൾ പ്രൊഡക്ട്സ് ബിലോങ്ങിങ് ടു എ കസ്റ്റമർ. അപ്പോൾ അതാണ് ജനറലി എന്ന് പറയുന്നത്. അതിൻ്റെ എക്സെപ്ഷൻസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി സെറ്റ് ഓഫ് അല്ലെങ്കിൽ കമ്പൈൻ അക്കൗണ്ടും റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷനും നമ്മൾ രണ്ട് വ്യത്യാസമുള്ളൂ. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഒരുപാട് അക്കൗണ്ട് ഉണ്ടാവും, സെവറൽ ഡെപ്റ്റ്സ് ഉണ്ടാവുക, എന്നാൽ സെറ്റ് ഓഫ് ചെയ്യാനുള്ള കാശ് ഫുള്ളായിട്ടില്ലാതിരിക്കുക. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അക്കൗണ്ട്, ഒന്നിലത്തെ കാശ് ഒന്നിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു സേവിങ്സ് അക്കൗണ്ടിൽ രണ്ട് അക്കൗണ്ട് നമ്മൾ ഒരു ഡെപ്റ്റും ഒരു സേവിങ്സ്, ഒരു ഡെപ്റ്റും ഒരു ക്രെഡിറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഡെപ്റ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യാനുള്ള, അത് ഡിസ്ചാർജ് ചെയ്യാനുള്ള എല്ലാ എമൗണ്ടും ഇല്ലെങ്കിലാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുക. അപ്രോപ്രിയേഷൻ നടത്തുമ്പോൾ കസ്റ്റമർക്ക് പ്രിഫറൻസ് ഉണ്ട്. ഇനി കസ്റ്റമർ പ്രിഫർ ചെയ്യുന്നില്ലെങ്കിൽ ബാങ്ക് ചെയ്യാൻ ഡേറ്റ് ആൻഡ് ടൈം വെച്ചിട്ടാണ്. ഇത് തന്നെയാണ് ഈ ക്ലൈറ്റൺ റൂളിലും പറയുന്നത്. ആദ്യത്തെ ഡെപ്റ്റ് ആദ്യത്തെ ക്രെഡിറ്റിൽ നിന്ന് ആദ്യത്തെ ഡെപ്റ്റ് വീട്ടുക. ഇനി സെയിം ഡേറ്റിലാണ് രണ്ട് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ പ്രൊപ്പോർഷനായിട്ട് വീട്ടുക. ഇനി കസ്റ്റമറുടെ അടുത്ത റൈറ്റിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ പറയുന്നത് കസ്റ്റമർ റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മൾ സിമ്പിളോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ നമ്മൾ ഏത് ടേംസാണ് കോൺട്രാക്ട് ടേംസ് പ്രകാരം സിമ്പിളായാലും കോമൺ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ റൈറ്റ് ഉണ്ട്. കസ്റ്റമറുടെ എമൗണ്ടിൽ നിന്ന് നമ്മൾ ഡ്യൂ ആയത് ഡെബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അതുപോലെ തന്നെ കമ്മീഷൻ ചാർജ് ചെയ്യാൻ റൈറ്റ് ഉണ്ട്. കമ്മീഷൻ അതായത് സർവീസ് സെൻറ്റർ ചെയ്യുന്നതിന് കമ്മീഷൻ ചാർജ് ചെയ്യാൻ റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻസിഡൻ്റൽ എക്സ്പെൻസ് ചാർജ് ചെയ്യാനുള്ള റൈറ്റും കസ്റ്റമർക്കുണ്ട്. ഓക്കെ, ഇങ്ങനെ കസ്റ്റമർ റൈറ്റുകളെ കുറിച്ചുള്ള കൺക്ലൂഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് കസ്റ്റമറുടെ റൈറ്റിൻ്റെ കോമൺ ആയിട്ടുള്ള റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.